ഹായ്, ഞങ്ങളുടെ ഇന്നത്തെ യാത്ര കുറ്റ്യാടിയിലോട്ടാണ്. അൽറിൻകുട്ടന് ടോയ്സ് വാങ്ങാൻ പോകുകയാണ്. അപ്പോൾ അവനോട് ചോദിച്ച് മാനന്തവാടി കറങ്ങാൻ പോകണം എന്നാണ് എപ്പോഴും അവൻ പറയുക. അവൻ്റെ അച്ഛൻ എപ്പോഴെങ്കിലും ഒരു ദിവസം ലീവ് കിട്ടിയാൽ അന്ന് കറങ്ങാൻ പോകണം എന്ന് പറഞ്ഞ് ശല്യം ചെയ്യും കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ വയനാട്ടിലോട്ട് പോകണമെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു വേണ്ട, ടോയ്സ് കിട്ടുന്ന കടയിൽ പോയാൽ മതി. ഞങ്ങൾ സ്ഥിരമായിട്ട് വാങ്ങുന്നൊരു കടയുണ്ട് കേട്ടോ, കുറ്റ്യാടിയിലെ സ്പേസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കട. അവിടത്തേക്കാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ അവന് വേണ്ടത് തോക്ക് ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ എത്തുമ്പോൾ അവൻ്റെ മൈൻഡൊക്കെ മാറും കേട്ടോ. പലതരം കാണുമ്പോൾ അവന് ഏതെടുക്കണം എന്നുള്ളൊരു ഇതായിരിക്കും കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങൾ കുറ്റ്യാടിയിലോട്ടേക്ക് പോവുകയാണ് കേട്ടോ. ഇന്ന് മഴയൊന്നും ഇല്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല കേട്ടോ. അപ്പം ഞങ്ങൾ എണ്ണ അടിക്കാൻ വേണ്ടി പമ്പിലോട്ട് കയറിയപ്പോൾ അവിടെ നല്ലൊരു കോഫി ഷോപ്പ് കണ്ടു കേട്ടോ. അപ്പോൾ അവിടുന്ന് അവന് സാൻഡ്വിച്ച് വേണമെന്ന് പറഞ്ഞ് സാൻഡ്വിച്ചും ചായയും ഒക്കെ വാങ്ങിക്കൊടുത്തേ. അടിപൊളി സാൻഡ്വിച്ചായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറ്റ്യാടിയിലോട്ടേക്ക് യാത്ര തിരിച്ചു കേട്ടോ. ഇത് തൊട്ടിപ്പാലത്ത് നിന്നാണ് എണ്ണ അടിച്ചത്. അപ്പോൾ അവൻ അവിടുന്ന് സാൻഡ്വിച്ചൊക്കെ കഴിച്ച് കുട്ടപ്പനായിരിക്കും. അപ്പം എന്നോട് ഇടക്കിടക്ക് വഴക്കൊക്കെ ഉണ്ടാക്കുന്നത് എന്നെ വൃത്തിയൊക്കെ ചെയ്യും കേട്ടോ. അവൻ്റെ അച്ഛനെ കാണുമ്പോൾ അവൻ വലിയ ആളാവും, ഒറ്റപ്പെടുത്തും രണ്ടുപേരും കൂടെ. അപ്പോൾ ഇതാ ഞങ്ങൾ ഷോപ്പിലെത്തി കഴിഞ്ഞപ്പോൾ അവന് ഏതാ നോക്കണ്ടതെന്നുള്ളത് കൺഫ്യൂഷനില്ല. അവൻ തോക്കെന്ന് പറഞ്ഞിട്ടാണ് വന്നത്. പക്ഷേ അവനിങ്ങനെ ഓരോന്ന് എടുത്തുക, അവരുടെ കൊണ്ട് ഓണാക്കി നോക്കുക. അപ്പോൾ പറയാം അത് വേണ്ട ഇത് വേണ്ട എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ മൈൻഡ് ചെയ്തില്ല. ഞാനിങ്ങനെ ഓരോ ഫോട്ടോ എടുത്തു, ക്യാമറകളിലേക്ക് ഒപ്പിയെടുത്തു കേട്ടോ. ഇവിടെ അടിപൊളിയാണ്, നല്ല വലിയ ഷോപ്പാണ്. അപ്പോൾ സൈക്കിൾ വേണമെന്ന് ചോദിച്ചപ്പോൾ അവനത് വേണ്ട. ഞാൻ അവനെ ശ്രദ്ധിച്ചില്ല. പിന്നെ ഞാനിങ്ങനെ ഓരോ വീഡിയോയിലേക്ക് പകർത്തിയേ. അപ്പം അവൻ ആ സമയത്തൊക്കെ ഇങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കും. അവന് കളിപ്പാട്ടം. അപ്പോൾ ലാസ്റ്റ് അവസാനം അവൻ ഇതാണ് കിട്ടിയത്. അപ്പോൾ ഇവൻ ഇത് കണ്ടപ്പോൾ അവൻ ഇതിലൊതുക്കിയിട്ടോ, ഇത് മതി എന്ന് പറഞ്ഞു. അപ്പോൾ വീട്ടിൽ പോയാൽ കച്ചറ ഉണ്ടാക്കുമെന്ന് ചോദിച്ചപ്പോൾ ഇല്ല, എനിക്കിത് മതി, എനിക്കിത് ഇഷ്ടമായി എന്ന് പറഞ്ഞു. ഒരു മണിക്കൂറിൻ്റെ മേലെ എടുത്തു കേട്ടോ ഈ ഒരു സാധനം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ മെല്ലെ അവിടെ നിന്ന് ഇറങ്ങി ഹോട്ടലിൽ പോയി അവനൊരു ചായയൊക്കെ വാങ്ങി കൊടുത്തു. അവന് സിപ്പപ്പ് വേണമെന്ന് പറഞ്ഞു.